നമ്മൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടണം. റോമ 8:14. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവമക്കളാണ്. ഈ ലോകത്തിൻ്റെ അരൂപിയിലല്ല നമ്മൾ നയിക്കപ്പെടേണ്ടത്. ഈ ലോകത്തിൻ്റെ നൈമിഷിക സുഖമുണ്ടല്ലോ, പാപം തരുന്ന നൈമിഷിക സുഖമുണ്ടല്ലോ, മദ്യപാനവും ജഡത്തിൻ്റെ ആസക്തികളും മറ്റും തരുന്ന നൈമിഷിക സുഖമുണ്ടല്ലോ, ആ നൈമിഷിക സുഖങ്ങൾ അനുഭവിച്ച് ജീവിച്ച് മരിക്കാൻ വേണ്ടിയല്ല ദൈവം നമ്മെ ഭൂമിയിലേക്ക് അയച്ചത്. ഈ നൈമിഷിക സുഖങ്ങളെല്ലാം സാത്താൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ ബന്ധനങ്ങളിൽ നിന്ന് ബന്ധനങ്ങളിലേക്ക് നമ്മളെ നയിക്കും. ജീവനിലേക്ക് വിളിക്കപ്പെട്ട നമ്മളെല്ലാവരും സാത്താൻ്റെ നഖത്തിൽ അമർന്ന് മരണത്തിലേക്ക് നയിക്കപ്പെടും. നമ്മൾ അതിനുവേണ്ടിയല്ല വിളിക്കപ്പെട്ടത്, ദൈവമക്കളായി മാറാനാണ്. ലൂക്കാ 19. ഈശോയുടെ സ്നേഹം അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ സക്കേവൂസ് പുതിയൊരു വ്യക്തിയായി മാറുകയാണ്. അവനെല്ലാം വിട്ടുകൊടുക്കാൻ തയ്യാറായപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? ഇന്നീ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഒരു ഗ്രേറ്ററായിട്ടുള്ളൊരു സ്നേഹത്തിലേക്കും സമാധാനത്തിലേക്കും സക്കേവൂസ് വന്നു. യോഹന്നാൻ 8 മഗ്ദലേനക്കാരി മറിയം, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ, കർത്താവ് അവളെ രക്ഷിച്ചു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ കർത്താവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ അവളൊരു പുതിയൊരു വ്യക്തിയായിട്ട് മാറുകയാണ്. വിശുദ്ധ മഗ്ദലേനയായിട്ട് മാറുകയാണ്. പാപത്തിൻ്റെ, വ്യഭിചാരത്തിൻ്റെ നൈമിഷിക സുഖത്തിൽ നിന്ന് സ്വർഗത്തിൻ്റെ ആനന്ദത്തിലേക്ക് അവൾ വരികയാണ്. അച്ഛൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഒരു വലിയ സ്നേഹത്തിലേക്ക്. ഈ നശ്വരമായ അഴുക്കായ സ്നേഹത്തിലേക്കല്ല, ഈ ലോകത്തിൻ്റെ ജഡത്തിൻ്റെ സ്നേഹത്തിലേക്കല്ല, നൈമിഷികമായ പാപത്തിൻ്റെ അഴുക്കിലേക്കല്ല, പാപത്തിൻ്റെ ചേറ്റിലേക്കല്ല, മറിച്ച് സ്വർഗത്തിൻ്റെ ആനന്ദത്തിലേക്ക്. അതിന് ദൈവാത്മാവിനാൽ നമ്മളെല്ലാവരും നയിക്കപ്പെടണം. പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ, ഈശോയുടെ ആത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ എന്ന്. ഈ ആത്മാവ്, സ്വർഗത്തിൻ്റെ ആത്മാവ്, ശക്തിയുടെ ആത്മാവ്, വിടുതലിൻ്റെ ആത്മാവ്, സൗഖ്യത്തിൻ്റെ ആത്മാവ് നിന്നെ നയിക്കട്ടെ.